ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെട്ടുകുളങ്ങരക്കാരുടെ കുംഭഭരണി സ്പെഷ്യലായ കൊഞ്ചും മാങ്ങാക്കറിയാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. കമോൺ ഗൈസ്. ഒരു പച്ചമാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു 3 പച്ചമുളകും കൂടെ അമ്മ അരിഞ്ഞ് ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉണക്കക്കൊഞ്ചാണ് കേട്ടോ. ഉണക്കക്കൊഞ്ച് ഇതേപോലെ തന്നെ ചീനിച്ചട്ടിയിൽ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഇതേപോലെ അതിൻ്റെ തലയും വാലും മുറിച്ച് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം. ഇനി നമ്മുടെ ഉണക്കക്കൊഞ്ചും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും പച്ചമുളകിലേക്കും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കണം. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മാങ്ങയും ഉണക്കക്കൊഞ്ചും ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 1 കപ്പ് തേങ്ങ ചിരുവിയതും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചത് ഈ കുക്ക്ഡായ മാങ്ങയും ഉണക്കക്കൊഞ്ചിലേക്കും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരല്പം വെളിച്ചെണ്ണയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചെട്ടുകുളങ്ങര കുംഭഭരണി സ്പെഷ്യൽ കൊഞ്ചും മാങ്ങാക്കറിയും ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഈ ഒരു ഒറ്റ കറി മതി എത്ര പ്ലേറ്റ് ചോറ് വേണമെങ്കിലും കഴിക്കാൻ. എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അമ്മയുടെ ഈ സ്പെഷ്യൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഗൈസ്. See you all next time with a new recipe.